അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്നും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നും ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഇഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്നും ഒരു കുട്ടി കൊമ്പന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൽ നിന്ന് ഇന്നൊരു വണ്ടി ഡെലിവറിയായി ഇറങ്ങുന്നുണ്ട്. അതും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് കുറച്ച് പേര് ഇവിടെ വന്നൊരു വണ്ടി പണി ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആലോചിക്കണം, മലപ്പുറത്ത് നിന്ന് ഒരു ടീം ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഫാത്തിമയിൽ നിന്ന് ഒരു വണ്ടി പണി ചെയ്ത് തിരിച്ചെടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആ റേഞ്ച് വേറെ ലെവലായിരിക്കും. അങ്ങനെ പിന്നെ വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കുമ്പോഴും മലപ്പുറത്തിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു ഫ്രണ്ടും ബാക്കും എല്ലാം മാറി അകത്ത് ഇങ്ങനെ ഫുഡ് വർക്ക് ചെയ്ത് ഒരു ടൂറിസ്റ്റ് 49 സീറ്റർ ടൂറിസ്റ്റ് ബസ് പോലത്തെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് മലപ്പുറത്തിന്റെ മണ്ണിൽ ഇത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇതിന്റെ ഒരു പൂജ ചെയ്യുന്ന ഒരു വീഡിയോ, ഈ ഒരു വ്ളോഗ് സ്റ്റൈൽ പൂജ ഡെലിവറി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ മൂല്യം മച്ചാമാരെ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിന്റെ കിടന്ന വീഡിയോയിലേക്ക് സ്വാഗതം. I miss the family I used to have. I feel like everything's so different now. Sitting by the fire as we'd watch the flames burn out. I miss the days I wasn't afraid. Now I always have my guard up, hands on my face. I learned to cope with the pain. I know that people think I'm trying to get attention, but in reality I'm trying to send a message. I know there's kids out there that are going through the same thing, and if you're one of them I hope to help your suffering. Just know it will get better and these feelings do not stay the same. No, they don't stay the same. I don't wanna make you feel bad, but you kinda ruined my life. You hurt me and ruined my life, and I don't wanna make you feel bad, but you kinda ruined my life. You hurt me and ruined my life. You hurt me and ruined my life. Oh. You hurt me and ruined my life. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്നും ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു നമ്മുടെ ഫാത്തിമ ബോഡി ക്രാഫ്റ്റിൽ നിന്ന് ഒരു വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നതിന്റെ പൂജ ഡെലിവറി വ്ളോഗാണ് നമ്മളിപ്പോൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിലേക്കാണ് ഈ വണ്ടി പോകുന്നത്. നമ്മുടെ ഫാത്തിമയിലെ ശ്രീനാഥേട്ടൻ വണ്ടി ഇപ്പം ബാക്കിലോട്ട് എടുത്ത് പൂജയ്ക്ക് ആവശ്യമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത പറയുമ്പോൾ കിടിലം വർക്ക് തന്നെയാണ് റൂഫിലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബെർത്തിന്റെ കാര്യം പറയുമ്പോഴും ഇതിന് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഒരു 49 സീറ്റ് ടൂറിസ്റ്റ് ബസ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവർ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫാത്തിമ ബോഡി ക്രാഫ്റ്റ് നമ്മൾ ശ്രീനാഥേട്ടൻ തുടങ്ങി. അതുപോലെ തന്നെ ഫാത്തിമ ബോഡി ക്രാഫ്റ്റിന്റെ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പ്രത്യേക ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഫാത്തിമയിൽ നിൽക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു കിടിലം വണ്ടിയുടെ ഡെലിവറി വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മലപ്പുറത്തുള്ള ടീമാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ടീം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഫാത്തിമയിൽ വന്നാണ് വണ്ടി എടുത്തുകൊണ്ട്. അപ്പം ആ ഒരു റേഞ്ച് വേറെ ലെവൽ തന്നെ, ആ ഒരു കിടിലം വണ്ടി തന്നെയാണ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പെയിന്റ് വർക്ക് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരിക്കും. ഈ 2 ഡ്യുവൽ കളർ തീമിലുള്ള പെയിന്റ് വർക്ക്. ഇതിന്റെ പ്രത്യേകത പക്ഷേ ഇതിനു മുമ്പ് ദൈവിക്കിലൂടെ ഇപ്പം കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ വർക്കാണ് ഫുള്ള്. പക്ഷേ ഈ വണ്ടിയുടെ പ്രത്യേകത ഫുള്ള് പെയിന്റ് വർക്കാണ്. നമ്മുടെ ഈ പച്ച റെഡ് തീമിൽ വരുന്ന ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ പെയിന്റ് വർക്കാണ്. നമ്മുടെ ഫാത്തിമയിൽ തന്നെ പെയിന്റ് ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ ഇതേ സെയിം ഇതിലുള്ള വണ്ടിയാണ് നമ്മുടെ ദൈവിക് ഹോളിഡേയ്സിൻ്റെ കിടക്കുന്നത്. ആ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റിക്കർ വർക്കായിരുന്നു. അപ്പം ഈ വണ്ടി എടുത്ത ടീമിൻ്റെ പേര് നമ്മുടെ മലപ്പുറത്തുള്ള അമിഗോ ഹോളിഡേയ്സ് മലപ്പുറം വാളാഞ്ചേരിയാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്പരും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മലപ്പുറത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുകയാണ്. കിടിലൻ ടീം തന്നെയാണ്. വണ്ടിയുടെ നമ്പരും കൂടെ നോക്കുമ്പോൾ KL 55AA8562. അപ്പോൾ മച്ചാമാരെ ഒരു കിടിലൻ വണ്ടിയാണ്. അപ്പുറത്തെ സൈഡ് ഗ്രീൻ കളർ ആയിരുന്നുവെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പം ഒരു റെഡ് കളറിൻ്റെ ഒരു അതിപ്രസരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇടയ്ക്കൊരു മഞ്ഞ വന്നതും വേറെ ലെവലാക്കുന്നുണ്ട് വണ്ടിയെ. അപ്പോൾ ഒരു കിടിലം വണ്ടി എന്ന് വെച്ചാൽ വേറെ ലെവൽ വണ്ടി തന്നെയാണ്. അപ്പം പൂജയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിൽക്കുന്ന മച്ചാന്മാരാണ് ഈ വണ്ടിയുടെ ഓണേഴ്സ്. ചേട്ടാ പേര് പറഞ്ഞു? എൻ്റെ പേര് കരീം. ഇപ്പം പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ഇന്ന് ഇറങ്ങിപ്പോകുന്ന അമിഗോ ബസിൻ്റെ ഓണർ. അപ്പോൾ ചേട്ടാ വണ്ടിയുടെ ഡീറ്റെയിൽസ്. വണ്ടി 2019 വണ്ടിയാണ്. നമ്മൾ പണിയാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഫാത്തിമ ബിൽഡിങ്ങിൻ്റെ ഫാത്തിമ ബോഡി വർക്കിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അവർ ഇറക്കിയിട്ടുള്ള പല വണ്ടികളും നമ്മൾ കണ്ടപ്പോൾ നമുക്ക് വളരെ ഇഷ്ടമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. എന്തായാലും നമുക്ക് വർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, നല്ല ഇഷ്ടമായിട്ടുണ്ട്.
പിന്നെ ഇപ്പൊ ഈ കോവിഡ് സാഹചര്യത്തിൽ ഓട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ശരിയാവുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഈ കാലവും കടന്നു പോകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള എല്ലാ ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ ഫീൽഡ് ഭംഗിയായി നിർവഹിക്കണം, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഈ വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സ്. ചേട്ടാ പേര് പറഞ്ഞു? ചേട്ടാ ഇപ്പം ഈ വണ്ടിയുടെ ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? പൊളിയാണ്, പൊളി. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഈ ഒരു കോൺസെപ്റ്റിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വണ്ടി ഇറങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊമോഷനൊക്കെ വന്നിട്ട് വേറെ ലെവലാവുമല്ലോ വണ്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു ടീമിൻ്റെ കാര്യം പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും കുട്ടിക്കൊമ്പന്മാരിൽ ഇങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ കേരളക്കാരൻ മൊത്തം തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കുട്ടിക്കൊമ്പന്മാർ ഒരുപാട് ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലും ഇതൊരു തരംഗത്തിൻ്റെ തുടക്കമായിട്ട് ആശംസിക്കുന്ന ഒരു കിടിലം വണ്ടി തന്നെയാണ് ഇത്. നമ്മളിപ്പം രാവിലെ മുതൽ ഈ ഒരു സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം വൈകുന്നേരമാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഒരു ഒട്ടുമിക്ക പണി എന്നുള്ള നമ്മൾ ലാസ്റ്റ് വർക്കിൻ്റെ പണികളെല്ലാം നമ്മൾ ഒരുമിച്ച് നമ്മൾ നിന്നപ്പോഴാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട വർക്കാണ് ഇതിൻ്റെ അകത്തുള്ളതൊക്കെ. ഇൻറ്റീരിയർ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൻ്റെ എല്ലാമായി സുമേഷ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണി ചെയ്തിട്ട് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുമേഷ് രാവിലെ മുതൽ ഒരു റെസ്റ്റും ഇല്ലാതെ ഫുൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പോഴേ ചേട്ടനെ കണ്ടാണ്. ചേട്ടാ മുഖത്ത് കുളിർന്നും ക്ഷീണമൊക്കെ വരുത്താം കേട്ടാ. അപ്പോൾ ഇതിൻ്റെ പൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുമേഷായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടൊക്കെയാണ് ഇതൊക്കെ പോയി എല്ലാം ചെയ്യുന്നത്. മറ്റേ പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ചാവി മേടിക്കാനായിട്ട് പോകുന്ന ഓണറും. بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അപ്പോൾ വണ്ടിയുടെ ഡെലിവറി ആയിട്ട് രാവിലെ മുതൽ ഫുൾ ഇതിന്റെ വർക്കും ചെയ്തുകൊണ്ടിരുന്ന സുമേഷ് ചേട്ടനാണ്. അതൊന്നും തോന്നുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്തു ഈ വണ്ടിയുടെ. ഇപ്പം ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം മാത്രം, മനസ്സ് നിറയെ സന്തോഷം. അടുത്ത് ചേട്ടാ പേര് പറഞ്ഞു? മഹി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇപ്പം ഈ വണ്ടിയിലൊക്കെ സീറ്റിന്റെ വർക്കെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ്. ഷോപ്പിന്റെ പേരെന്താ? സ്ഥലം കുന്നത്താലിൽ സീറ്റിന്റെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ മിക്ക വണ്ടികളും നിങ്ങൾ തന്നെ എല്ലാം. അപ്പോൾ മച്ചാന്മാരെ ഈ ഒരു വണ്ടിയുടെ പൂജയുടെ വർക്ക് എല്ലാം കഴിഞ്ഞായിരുന്നു ഡെലിവറിക്ക് വെളിയിറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കിടലാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിൽ ഞാൻ കയറി നമ്മളിന്ന് രാവിലെ വന്നതാണ് ഇവിടെ. ഇപ്പോൾ വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ രാവിലെ മുതൽ ഇപ്പം വൈകുന്നേരം ഈ സമയം വരെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ സുമേഷ് ചേട്ടൻ രാവിലെ മുതൽ ഇതിൻ്റെ അവസാനമായിട്ട് മിനുക്ക് പണിയിലായിരുന്നു. അപ്പോഴും മുതൽ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മാറ്റം വരുത്താൻ പോലും അതുപോലും അവസാന നിമിഷത്തെ വരെ മാറ്റുന്നുണ്ട്. അതാണ് ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൻ്റെ വിജയം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ടീമിൻ്റെ കാര്യം പറയുമ്പോൾ അമിഗോ എന്നാണ് ഈ ഒരു ഹോളിഡേയ്സിൻ്റെ പേര്. ഇവർ മലപ്പുറത്താണ് പ്രവർത്തിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു വണ്ടി. അതും നമ്മുടെ 19 സീറ്റർ മഹേന്ദ്ര കോസ്മോയിൽ ഫ്രണ്ടും ബാക്കും മാറി 49 സീറ്റർ സെഡോണിൻ്റെ അതേ രീതിയിലുള്ള മോഡൽ മാറ്റി വെക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു. വേറെ വണ്ടിയൊന്നും നമ്മുടെ അറിവ് ഇല്ല. അതുകൊണ്ടാണ് ഇനി വേറെ വണ്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതൊരു കിടിലം വണ്ടി തന്നെയാണ്. അതും ഫാത്തിമയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അതും മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് ഇവിടെ നിന്നൊരു വണ്ടി പോകുന്നു. ഏതാ റേഞ്ച്
നമ്മുടെ ഈ ഒരു അമിഗോ ഹോളിഡേയ്സിന്റെ വണ്ടി ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി പോകാൻ പോവാണ്. അപ്പോൾ മച്ചാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇതിന്റെ ഇന്റീരിയറുള്ള സെറ്റ് വർക്ക് ഫുള്ള് ചെയ്ത് നമ്മുടെ BRS ആണ്. ഫാത്തിമയിലെ മിക്കതിന്റെയും സെറ്റ് വർക്ക് ചെയ്യുന്നത് BRS തന്നെയാണ്. അപ്പോൾ വണ്ടി വെളിയിലോട്ട് ഇറങ്ങി ഡെലിവറി ചെയ്ത് പോവുകയാണ്. അപ്പം പിന്നെ ഇതിനകത്തുള്ള ഇന്റീരിയർ വർക്ക് ഫുള്ള് ഫാത്തിമ തന്നെയാണ്. വണ്ടി ഇറങ്ങുന്നതിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ അമിഗോയുടെ ടീം നമ്മുടെ ക്രൂ ചേട്ടൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫസ്റ്റ് ആ ഒരു ഹൈപ്പ് വേറെ ലെവൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പില്ല. ഓടിയൊക്കെ എടുക്കുന്നത് പുള്ളിക്കാരെ വേറെ ലെവല്. അപ്പോൾ BRSന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ അകത്തുള്ള സെറ്റ് വർക്ക് ചെയ്തത് BRS ആണ്. അതുപോലെ തന്നെ വണ്ടിക്കകത്തുള്ള ബാക്കി ഇന്റീരിയർ വർക്ക് ഫുള്ള് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഇന്റീരിയർ വർക്ക് അകത്തുള്ള മുകളിലത്തെ വുഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് നമ്മുടെ ഫാത്തിമ തന്നെയാണ്. അപ്പോൾ മച്ചാമാരെ നമ്മളിപ്പം ഇന്നത്തെ ഒരു ഡെലിവറി വ്ളോഗ് ഫുള്ള് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സ് എന്നാണ് ഈ വണ്ടി ഇറങ്ങിപ്പോയിരിക്കുന്നതും മലപ്പുറത്തേക്കാണ് വണ്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര. ബൈ ബൈ.